+2 മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു പ്രോബ്ലം സോൾവിംഗ് സെഷനാണ് അടുത്തത്. ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. +1 നമ്മൾ പഠിച്ച ട്രിഗണോമെട്രിക് എന്ന ചാപ്റ്ററിലെ കുറേ ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട്, ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ചില ചോദ്യങ്ങളാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ കോസ് സ്ക്വയർ എക്സിനെ ഡയറക്റ്റ് നമുക്ക് ഫോർമുല ഇല്ലാത്തത് കൊണ്ട് തന്നെ കോസ് സ്ക്വയർ എക്സിനെ ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ട്രിഗ്നോമെട്രി ഉപയോഗിച്ചുകൊണ്ട് മാറ്റി എഴുതുന്നു. We know that cos square x, cos 2x is equal to, നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. cos 2x is equal to 2 cos square x minus 1. Therefore we can write 2 cos square x is equal to 1 plus cos 2x. Therefore cos square x is equal to 1 plus cos 2x divided by 2. ഈ ഒരു ഫോർമുല കോസ് സ്ക്വയർ എക്സിന് പകരം നമുക്ക് എഴുതുവാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദർഫോർ വി റീറൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ ലൈക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് 2x ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി എക്സ്. ദെൻ 1/2 ഈസ് എ കോൺസ്റ്റൻറ്റ്, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ദർഫോർ ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് 2x dx. Then look at the integrand. 1 ആണ്. 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് അല്ലേ? 1ൻ്റെ ഇൻ്റഗ്രൽ 1 dx is x. Then what about integral cos 2x? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. cos 2x ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. 2x ആണ് നമ്മളെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? sin 2x ഡിവൈഡഡ് ബൈ 2, അതായത് 1/2 ഇൻറ്റു sin 2x. അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? It is equal to 1/2 into integral of x, 1 ആണ് x, plus cos 2xൻ്റെ ഇൻ്റഗ്രൽ sin 2x ഡിവൈഡഡ് ബൈ 2. ദെൻ ഒരു സി കൊടുക്കുക. ഇനി ഒന്ന് ബ്രാക്കറ്റ് മാറ്റി എഴുതിയാൽ x/2 പ്ലസ് sin 2x ബൈ 4 പ്ലസ് സി. ഇങ്ങനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ട്രിഗ്നോമെട്രിയുടെ ഫോർമുല നല്ലോണം നിങ്ങൾക്ക് തറവായിരിക്കണം, എങ്കിലേ നമുക്കതിൻ്റെ ശരിയായ സ്ഥാനത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രിഗ്നോമെട്രിയുടെ ഫോർമുല നന്നായിട്ട് ഓർത്ത് വെക്കണം. അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു കോസ് 3x. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു കോസ് 3x ഇതൊരു പ്രൊഡക്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ ഒരു ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നെന്ന് നോക്കാം. നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് വൈ, ആ ഫോർമുല ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന എല്ലാ ട്രിഗ്നോമെട്രിക് ഫോർമുലയും നമ്മുടെ മനസ്സിലുണ്ടാവണം. സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ, ഇത് നമ്മൾ പഠിച്ച ഫോർമുലയാണ്. 2 സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ, ഇതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ നമ്മളിതിനെ ഈ 2 നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ സൈൻ എക്സ് കോസ് വൈയുടെ ഒരു ഫോമിലാണ് നമ്മളെ ഇൻ്റഗ്രൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇതിനെ മാറ്റി എഴുതുമ്പോൾ അതിനെ സൈൻ ഇത് ഫുള്ള് എക്സ് ആയിട്ട് വിചാരിക്കുക, ഇത് വൈ ആയിട്ട് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരാം? സൈൻ 2x പ്ലസ് 3x പ്ലസ് സൈൻ 2x മൈനസ് 3x ഓൾ ഡിവൈഡ് ബൈ 2 നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ നമുക്ക് എഴുതാൻ പറ്റുന്നത് സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം അല്ലേ? ആ ഫോമിലേക്ക് നമുക്കിതിനിപ്പോൾ ഒന്ന് മാറ്റി എഴുതണം. അപ്പോൾ നമുക്കിതിനിങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു കോസ് 3xനെ സൈൻ 2x പ്ലസ് 3x ദാറ്റ് ഈസ് 5x പ്ലസ് സൈൻ 2x മൈനസ് 3x ദാറ്റ് ഈസ് സൈൻ നെഗറ്റീവ് x divided by 2
ഇൻറ്റു ഡി എക്സ് എന്ന് നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു integral of 1/2 taken outside. Integral of sin 5x is minus cos 5x divided by 5 plus sin negative x integral. Sin negative x is cos negative x, negative cos negative x divided by negative 1. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ നെഗറ്റീവ് എക്സിനെ നമ്മൾ ട്രിഗണോമെട്രി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈൻ എക്സ് എന്ന് മാറ്റാം. എന്നിട്ട് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവ് കോസ് എക്സ് വരുമ്പോൾ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പ്ലസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം പ്ലസ് സി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു നെഗറ്റീവ് കോസ് 5x ബൈ 5 പ്ലസ് കോസ് എക്സ്. കോസ് നെഗറ്റീവ് എക്സ് ഈസ് കോസ് എക്സ്, കോസ് എക്സ് ബൈ 1. അപ്പോൾ കോസ് എക്സ് തന്നെ വരും, കോസ് എക്സ് ബൈ 1 ആണ്. പ്ലസ് സി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് കോസ് 5x ബൈ 10 പ്ലസ് കോസ് എക്സ് ബൈ 2 പ്ലസ് സി. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അടുത്ത പ്രോബ്ലം നോക്കാം. ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ്. ഇതുപോലെ തന്നെ സൈൻ ക്യൂബ് എക്സിനെ നമ്മൾ സൈൻ 3x ഫോർമുലയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന മൾട്ടിപ്പിൾ ആംഗിൾസിൻ്റെ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ സൈൻ 3x ഫോർമുല നമുക്കൊന്ന് എഴുതി നോക്കാം. സൈൻ 3x ഇസ് ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ്ഡ് എക്സ്. Therefore 4 sin cubed x is equal to 3 sin x minus sin 3x. Therefore sin cube x equal to 3 sin x minus sin 3x all divided by 4. നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ സൈൻ ക്യൂബിന് പകരം സൈൻ ക്യൂബ് എക്സിന് പകരം ഈ ഒരു എക്സ്പ്രഷൻ കൊടുത്താൽ നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. വി ക്യാൻ റൈറ്റ് integral sin cubed x dx equal to integral sin 3 sin x minus sin 3x all divided by 4 dx. Then 1/4 is a constant. We can take it outside. 1/4 into integral 3 sin x dx മൈനസ് 1/4 കോമൺ ആണ്, അപ്പോൾ നമുക്കത് ബ്രാക്കറ്റ് കൊടുക്കാം. മൈനസ് ഇൻ്റഗ്രൽ സൈൻ 3x dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3 ഈസ് എ കോൺസ്റ്റൻറ്റ്. 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ നമുക്ക് 3നെ ഇൻ്റഗ്രലിനെ പുറത്തിട്ടാൽ 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഈസ് നെഗറ്റീവ് കോസ് എക്സ്. ദഫോർ വി ക്യാൻ റൈറ്റ് 1/4 എന്ന് പറഞ്ഞ് നമുക്കൊരു ബ്രാക്കറ്റ് അതിനടുത്ത് കൊടുക്കാം. 3 കോൺസ്റ്റൻറ്റ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവ് കോസ് എക്സ് മൈനസ് സൈൻ 3x ഇൻ്റഗ്രൽ നെഗറ്റീവ് കോസ് 3x ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. അപ്പോൾ നമുക്കതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു നെഗറ്റീവ് 3 കോസ് എക്സ് പ്ലസ് കോസ് 3x ബൈ 3 പ്ലസ് സി. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇത്രയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനെ എന്ത് ചെയ്യണം? നമ്മൾ നേരിട്ട് ഇൻ്റഗ്രൽ കിട്ടാത്തതിനെ ട്രിഗണോമെട്രി ഉപയോഗിച്ച് മാറ്റി എഴുതുക. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പ്രൊഡക്റ്റായിട്ട് വരുന്നത് കോസ് 2x ഇൻറ്റു കോസ് 4x ഇൻറ്റു കോസ് 6x. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 വരുവാണെങ്കിൽ എങ്ങനെയാണ് മാറ്റേണ്ടത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതുപോലെ 3 വരുമ്പോൾ ആദ്യത്തെ 2 മാറ്റി എഴുതി, പിന്നെ അടുത്ത 2 മാറ്റി എഴുതി. ഈ രീതിയിൽ നമുക്ക് മാറ്റി ഇതിനെ ചേർത്ത് എഴുതാം. അപ്പോൾ ഇതിനെ ആദ്യത്തെ 2 നമ്മൾ മാറ്റുമ്പോൾ കോസ് 2x ഇൻറ്റു കോസ് 4x, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറിൽ 6, 4 അതിൽ അറേഞ്ച് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇൻ്റഗ്രൽ കോസ് 6x ഇൻറ്റു കോസ് 4x ഇൻറ്റു കോസ് 2x
ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം കോസ് 6x കോസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് 10x പ്ലസ് കോസ് 2x ഇൻറ്റു കോസ് 2x dx. That is equal to 1/2 into integral cos 10x into cos 2x plus cos 2x into cos 2x, that is cos square 2x dx. ഇനി ഇതിൽ ആദ്യത്തെ കോസ് 10x ഇൻറ്റു കോസ് 2x വീണ്ടും നമ്മൾ സമ്മാക്കിയിട്ട് മാറ്റുന്നു. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് 10x ഇൻറ്റു കോസ് 2x നമുക്ക് കോസ് 10 പ്ലസ് 2 ദാറ്റ് ഈസ് 12x പ്ലസ് കോസ് 10 മൈനസ് 2x ദാറ്റ് ഈസ് കോസ് 8x ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ 2x നേരത്തെ നമ്മൾ ചെയ്ത പോലെ കോസ് സ്ക്വയർ എക്സിനെ ചെയ്ത പോലെ ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് 2x ഡബിൾ കോസ് 4x ഡിവൈഡഡ് ബൈ 2 എന്ന് മാറ്റി എഴുതാം. കോസ് 4x ഡിവൈഡഡ് ബൈ 2 എന്ന് മാറ്റി എഴുതാം. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ആ ഓപ്പറേറ്റർ ഡി എക്സ് എഴുതുന്നു. ഇനി ഒന്നുകൂടി ഇതിനെ ബ്രാക്കറ്റ് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ 2നെയും കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒരു 1/2 കൂടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എഴുതുന്നത് 1/4 1/2 ഇൻറ്റു 1/2 1/4 ഇൻറ്റു നമുക്ക് ഒരു ബ്രാക്കറ്റ് കൊടുക്കാം ഇൻ്റഗ്രൽ കോസ് 4x അല്ലേ, കോസ് 4x കോസ് 12x ഉണ്ട്, കോസ് 8x ഉണ്ട്, ഓരോന്നായിട്ട് എടുക്കാം. കോസ് 12x പ്ലസ് കോസ് 8x പ്ലസ് 1 പ്ലസ് കോസ് 4x dx. That is equal to 1/4 into കോസ് 12xൻ്റെ ഇൻ്റഗ്രൽ കോസ് 12xൻ്റെ ഇൻ്റഗ്രൽ വരുന്നത് കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണ് അല്ലേ, സൈൻ 12x ബൈ 12 പ്ലസ് കോസ് 8xൻ്റെ ഇൻ്റഗ്രൽ സൈൻ 8x ബൈ 8 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് കോസ് 4xൻ്റെ ഇൻ്റഗ്രൽ സൈൻ 4x ബൈ 4 പ്ലസ് ആരുണ്ടാവും കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി ഇതിനെ ഒന്നുകൂടി നമ്മൾ മാറ്റിയാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1/4 ഇൻറ്റു സൈൻ 12x ബൈ 12 പ്ലസ് സൈൻ 8x ബൈ 8 പ്ലസ് എക്സ് പ്ലസ് സൈൻ 4x ബൈ 4 പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. വേണമെങ്കിൽ നമുക്ക് ഈ 4നെ കൊണ്ടൊന്നുള്ളിൽ മൾട്ടിപ്ലൈറ്റ് എഴുതാം. 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഡിനോമിനേറ്റർ ഒന്ന് മാറും അല്ലേ. ഡിനോമിനേറ്ററിൽ എന്ത് വരും, നമുക്ക് 12 ഇൻറ്റു 4 12 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 48 വരും ഇവിടെ. പിന്നെ 8 ഇൻറ്റു 4 32 എക്സ് ബൈ 4 4 ഇൻറ്റു 4 60. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാറ്റാം, അല്ലെങ്കിൽ അത് നേരത്തെ എഴുതിയ പോലെ തന്നെ വെച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഇതിൻ്റെ ആൻസറായി. കുറച്ച് ലെങ്തിയാണ്, കൂടിയ മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് സാധാരണ ചോദിക്കാറുണ്ട്. ഒരു 4-5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇവിടെ നമ്മൾ ഈ 1 മൈനസ് കോസ് എക്സിനെ നമുക്ക് മാറ്റി എഴുതാം. ഈ ഫംഗ്ഷനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അതായത് ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സിനെ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് ബൈ 2ൻ്റെ ടേമിൽ എഴുതാം. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ 1 പ്ലസ് കോസ് എക്സ് ഈസ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഡി എക്സ്. ഇതിൽ കോമൺ ഫാക്ടർ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഈസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ ഇറ്റ് ഈസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഡി എക്സ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ കിട്ടുന്ന ഫോർമുലയിലേക്ക് മാറണമെങ്കിൽ ടാൻ സ്ക്വയറെ നമുക്ക് സീക്ക് സ്ക്വയറിൽ എഴുതണം. ദഫോർ ടാൻ സ്ക്വയർ എക്സ് ബൈ ടു ഈസ് സീക്ക് സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് 1 ഡി എക്സ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സീക്ക് സ്ക്വയറിന് നമുക്ക് ഫോർമുല ഉള്ളതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ബൈ ടുവിൻ്റെ ഫോർമുല. സീക്ക് സ്ക്വയർ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയറിന് നമുക്കറിയാം ഇൻ്റഗ്രൽ വരുന്ന ടാൻ ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ബൈ ടുവിൻ്റെത് ടാൻ എക്സ് ബൈ ടു. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇൻ്റഗ്രലിൻ്റെ ചിഹ്നം വേണ്ട, ഇൻ്റഗ്രേഷൻ ചെയ്യും ആൻസറിലേക്ക് വരുമ്പോൾ ടാൻ എക്സ് ബൈ ടു. ഇനി കോഎഫിഷ്യൻ്റ് 1/2 ആണ് അല്ലേ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 -1 ആണ്. -1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് വരും. ദഫോർ ആൻസർ ഈസ് 2 + c വേണം. 2 tan x by 2 - x + c. ഇങ്ങനെ ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതാണ് 2 tan x by 2 - x + c. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ബൈ 1 + cos x. അപ്പോൾ സൈൻ സ്ക്വയർ എക്സിനെ 1 + cos x കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സിന് നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 - cos സ്ക്വയർ എക്സ്. അവിടെ നമ്മൾ മാറ്റി എഴുതുന്ന ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 - cos സ്ക്വയർ എക്സ് ബൈ 1 + cos x ഡി എക്സ്. വീണ്ടും 1 - cos സ്ക്വയർ എക്സിനെ നമ്മൾ a² - b² ഫാക്ടറൈസേഷൻ പോലെ 1 - cos x ഇൻറ്റു a - b ഇൻറ്റു a + b. അപ്പോൾ അവിടെ 1 + cos x ഡിവൈഡഡ് ബൈ 1 + cos x എന്ന് എഴുതാം. 1 + cos x 1 + cos x ക്യാൻസൽ ആവും. പിന്നെ നമുക്കുള്ളത് ഇൻ്റഗ്രൽ 1 - cos x ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 - cos x ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1 എക്സ് ആണ്. cos എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. പിന്നെ പ്ലസ് സി. അതിൻ്റെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. cos 2x - cos 2α ഡിവൈഡഡ് ബൈ cos x - cos α. ഇവിടെ നമ്മൾ cos 2xൻ്റെ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. cos 2xൻ്റെ ഫോർമുല നമുക്കൊന്ന് ഓർത്ത് നോക്കാം. cos 2xൻ്റെ ഫോർമുലയിൽ 2 cos സ്ക്വയർ എക്സ് -1 നമ്മൾ പഠിച്ച ഫോർമുലയാണ്. ഈ മേലെയുള്ള 2 കോസിൻ്റെ മൾട്ടിപ്പിൾ ആംഗിൾസിൻ്റെ ഫോർമുലയുണ്ട്. അതിൽ രണ്ടും നമ്മൾ ഇതുപോലെ മാറ്റുന്നു. അതായത് cos 2xനെ 2 cos സ്ക്വയർ എക്സ് -1 എഴുതാം. cos 2α നമുക്ക് എങ്ങനെ എഴുതാം? 2 cos സ്ക്വയർ ആൽഫ -1 എഴുതാം. അപ്പോൾ എന്താ മാറ്റം വരിക നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 cos സ്ക്വയർ എക്സ് -1 മൈനസ് ഓഫ് 2 cos സ്ക്വയർ ആൽഫ -1 ഡിവൈഡഡ് ബൈ cos x - cos ആൽഫ ഡി എക്സ്. ഇനി ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ 2 cos സ്ക്വയർ എക്സ് -1 മൈനസ് 2 cos സ്ക്വയർ ആൽഫ +1 അല്ലേ, മൈനസ് ഓഫ് മൈനസ് +1 വരും, ഡിവൈഡഡ് ബൈ cos x - cos ആൽഫ ഇൻറ്റു ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 cos സ്ക്വയർ ആൽഫ -1 + 1 ക്യാൻസലായി പോയാൽ 2 cos സ്ക്വയർ എക്സ് -2 cos സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ cos x - cos ആൽഫ എന്ന് വരും ഡി എക്സ്. ഇനി 2 കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. രണ്ട് ടേമിലും 2 ഉണ്ട്. ഇൻ്റഗ്രലിനെ പുറത്തേക്ക് വരും. cos സ്ക്വയർ എക്സ് cos സ്ക്വയർ ആൽഫ ബൈ cos x - cos ആൽഫ ഡി എക്സ് എന്ന് വരും. ഇനി ഈ ന്യൂമറേറ്ററിലെ ടേം നോക്കുക. cos സ്ക്വയർ എക്സ് cos സ്ക്വയർ ആൽഫ a² - b² പോലെയുള്ളത്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരിക? a + b ഇൻറ്റു a - b. അപ്പം നമുക്കിവിടെ cos x + cos ആൽഫ
ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് ആൽഫ എന്ന് ന്യൂമറേറ്ററിനെ മാറ്റാം. അപ്പോൾ വരുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് ആൽഫ ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ. ഇവിടെ പുറത്ത് ഡി എക്സ് വരും. അപ്പോൾ അതിൽ ഈ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസലായാൽ 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു കോസ് ആൽഫ, കോസ് എക്സ് പ്ലസ് കോസ് ആൽഫേൻ്റെ ഇൻ്റഗ്രൽ, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് അല്ലേ. ഇൻ്റഗ്രലിൻ്റെ ചിഹ്നം നമുക്കപ്പോൾ വേണ്ട, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ്. 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് ഇടാം. സോ കോസ് ആൽഫ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി എക്സ്, ഇൻ്റഗ്രൽ എ കോൺസ്റ്റൻറ്റ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ആ കോസ് ആൽഫ ഇൻറ്റു എന്താ വരിക, ഇൻ്റഗ്രൽ കെ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ കെ ഇൻറ്റു എക്സ് എന്നാണ് വരിക. കോസ് ആൽഫ ഇൻറ്റു എക്സ് എന്ന് വരും. ഡിവൈഡ് ബൈ ഒന്നുമില്ല, നമുക്ക് പ്ലസ് സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് 2x കോസ് ആൽഫ പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് എഴുതി പഠിക്കണം എല്ലാവരും. ഒരു ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളതിനെ കറക്റ്റായിട്ട് എഴുതി നല്ലോണം എഴുതി തറവാക്കി വെക്കണം. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 + x ബൈ കോസ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രിഗണോമെട്രി സബ്സ്റ്റിറ്റ്യൂഷനും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും ഒരുമിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം കൊടുക്കണം ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഏതിനെ കൊടുക്കാം, ഈ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്, അതായത് ഈ ടേമിന് ഇവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ ആരാ, എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. നമുക്കതിന് യു എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ പുട്ട് യു ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്താ വരിക, ഡി യു. പ്രൊഡക്റ്റ് റൂൾ വേണം റൈറ്റിൽ അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്, ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. ഇനി അതിനെ ഈ 1 ആകുന്നത് നമുക്ക് എഴുതണ്ട, ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ടുണ്ട്, അത് നമുക്ക് പുറത്തേക്ക് എടുത്താൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഡി എക്സ് ഈസ് ഡി യു എന്ന് കിട്ടും. അപ്പം ക്വസ്റ്റ്യനിലേക്ക് നല്ലോണം നോക്കാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 + x, അതല്ലേ ഇവിടെ ന്യൂമറേറ്ററിലുള്ളത്. ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 + x ഡി എക്സ്, അതാണ് നമ്മുടെ ന്യൂമറേറ്ററിലുള്ളത്. അതിന് പകരം നമുക്ക് എന്തെഴുതാം, ഡി യു എന്ന് എഴുതാം. അപ്പോൾ ഇത് എങ്ങനെ മാറും, ഇൻ്റഗ്രൽ യുയിലേക്ക് മാറ്റുമ്പോൾ ന്യൂമറേറ്ററിൽ ഡി യു എന്ന് വരും. അതായത് ന്യൂമറേറ്ററിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഡി എക്സ്, ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഡി എക്സ്, ദാറ്റ് ഈസ് ഡി യു. ദോർ ഡി യു ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ, നമ്മൾ കൊടുത്തിട്ടുള്ള യു എന്താണ്, എക്സ് ഇ റേസ് ടു എക്സ്, അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ്. അപ്പോൾ ഇത് യു ആണ്. അപ്പോൾ കോസ് സ്ക്വയർ യു എന്ന് വരും. ഇനി 1 / കോസ് സ്ക്വയർ യു, അവിടെയാണ് നമ്മൾ ട്രിഗണോമെട്രി കൊടുക്കുന്നത്. 1 / കോസ് സ്ക്വയർ യു എന്താണ്, സീക്ക് സ്ക്വയർ യു. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ യു ഡി യു. ഇനി നമുക്ക് ഫോർമുല കൊടുക്കാം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് നമുക്കറിയാം ടാൻ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ യു ഡി യു എന്താണ്, ടാൻ യു പ്ലസ് സി എന്ന് വരും. ഇനി ടാൻ യുവിനെ മാറ്റി ടാൻ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസറിലേക്ക് വരിക. അത് 8ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 9ാമത്തെ ചോദ്യം, സൈൻ ഇൻവേഴ്സ് കോസ് എക്സ്. ഇവിടെ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. തീർച്ചയായിട്ടും ഈ കോസ് എക്സിന് നമ്മൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ, ഇല്ല. കാരണം അവിടെ വേറെ ഒരു ഫംഗ്ഷനും അവിടെ തന്നിട്ടില്ല, വെറും സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കോസ് എക്സിനെ ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് മാറ്റുന്നു. അതായത് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സൈനിലേക്ക് മാറ്റാം. സൈൻ π/2 - x ആണ് ആര്, കോസ് എക്സ്. അപ്പം നമ്മൾ ഈ ഇൻ്റഗ്രലിൽ
ഫംഗ്ഷനെ മാറ്റുന്നു, സൈൻ ഇൻവേഴ്സ്. കോസ് എക്സിന് പകരം സൈൻ π/2 മൈനസ് എക്സ് എന്ന് കൊടുക്കും. ഇനി നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. സൈൻ ഇൻവേഴ്സും സൈനും അടുത്തടുത്ത് വരികയാണ്, ഒന്നിച്ച് ഓപ്പറേഷൻ വരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ കോമ്പോസിഷനാണ്. ഇൻവേഴ്സും അതിൻ്റെ ഫംഗ്ഷനും തമ്മിൽ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് π/2 ഫംഗ്ഷൻ എങ്ങനെ മാറും? ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രലായി, ദാറ്റ് ഈസ് π/2 മൈനസ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. π/2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് π/2 ഡി എക്സ്, ദാറ്റ് ഈസ് π/2 1 ഡി എക്സിൻ്റെ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് x²/2 പ്ലസ് സി. ഇതാണ് സൈൻ ഇൻവേഴ്സ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രലായിട്ട് വരിക. ഇതെല്ലാം കുറേ പ്രാവശ്യം എക്സാമിന് വന്നിട്ടുണ്ട്, നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. റെയർ ആയിട്ടുള്ള ചോദ്യമാണിത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 2x. ഇവിടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 2xനെ തീർച്ചയായിട്ടും നമുക്കതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ട്രിഗണോമെട്രി കൊടുത്തിട്ട് ഈ 1 പ്ലസ് സൈൻ 2x, സൈൻ 2x നമുക്ക് എന്തായിട്ട് അറിയാം? സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ് അല്ലേ. ഇനി 1നെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് മാറ്റിയത്. അപ്പം ഇവിടെ വരുന്നത് ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നു, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് 1നെ എഴുതാം. പിന്നെ എന്താണുള്ളത്? പ്ലസ് ടു സൈൻ 2xന് പകരം 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് ഡി എക്സ് കൊടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് മീൻസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഓൾ സ്ക്വയർ. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഓൾ സ്ക്വയറിന് വരും ഇൻറ്റു ഡി എക്സ്. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഓൾ സ്ക്വയർ പിന്നെ ഡിനോമിനേറ്ററിൽ വരും, പിന്നെ ഡി എക്സ്. ഇനി നമുക്കൊന്നുകൂടി ആ കിട്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഒന്ന് എഴുതാം. ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ്. ഇവിടെ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് പോകാം. അതിൽ ഡിനോമിനേറ്ററിലുള്ള ഈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിന് ഞാൻ യു എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇതിന് യു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മേലെ നമുക്ക് ഡി യു കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്നത് പുട്ട് യു ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡി യു ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈസ് നെഗറ്റീവ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് ന്യൂമറേറ്ററിലുള്ളത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിന് മുഴുവനായിട്ട് എന്ത് കൊടുക്കാം? ഡി യു എന്ന് കൊടുക്കാം. താഴെ നമുക്ക് കോസ് എക്സ് പ്ലസ് സൈൻ എക്സിന് യു എന്ന് വിളിക്കാം. അപ്പോൾ യു സ്ക്വയറിന് താഴെ വരും. അപ്പോൾ അടുത്ത ലൈനിൽ എഴുതാം ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി യു ബൈ യു സ്ക്വയർ. ഡി യു ബൈ യു സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി യു ബൈ യു സ്ക്വയർ ദാറ്റ് ഈസ് യു റേസ് ടു ഇൻ്റഗ്രൽ യു റേസ് ടു മൈനസ് ടു ഡി യു. നമുക്ക് എക്സ് റേസ് ടു എന്നിൻ്റെ ഫോർമുല കൊടുക്കാം. യു റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഈസ് മൈനസ് 1 ബൈ മൈനസ് 1 പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ് നമ്മുടെ യു അല്ലേ. റേസ് ടു നെഗറ്റീവ് 1 പ്ലസ് സി ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1 ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി എന്ന് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 10 ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാം നന്നായിട്ട് എഴുതി പഠിക്കുക എല്ലാവരും. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ചെയ്തത്. നന്നായിട്ട് എഴുതി പഠിക്കുക. അതിനു മുമ്പ് തന്നെ
ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലയും ട്രിഗണോമെട്രിയുടെ ഫോർമുലയും നല്ലോണം നമ്മൾ ഉറപ്പിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ ഇൻ്റഗ്രേഷൻ സ്മൂത്തായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. എല്ലാവരും അത് ശ്രദ്ധിക്കുക.